നെടുമങ്ങാട് മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഉജ്ജ്വല വരവേൽപ്പ്. മുനിസിപ്പൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നടന്ന നവകേരള സദസ്സിൽ 10,000-ങ്ങളാണ് ഒഴുകിയെത്തിയത്. കോൺഗ്രസും ബിജെപിയും ഒരേ മനസ്സോടെ കേരളത്തിനെതിരായ നിലപാടിലേക്ക് മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തലസ്ഥാന ജില്ലയിലെ മന്ത്രി കൂടിയായ GR അനിലിന്റെ നിയമസഭാ മണ്ഡലം നെടുമങ്ങാട് നവകേരള സദസ്സിൽ ഒഴുകിയെത്തിയത് 10,000-ങ്ങളാണ്. മുനിസിപ്പൽ പാർക്കിംഗ് ഗ്രൗണ്ട് മണിക്കൂറുകൾക്ക് മുൻപേ ജനസാഗരമായി മാറി. ആർപ്പുവിളികളോടെ മുഖ്യമന്ത്രിയെ ജനങ്ങൾ സ്വീകരിച്ചു. മന്ത്രി GR അനിൽ ചടങ്ങിൽ അധ്യക്ഷനായി. വേദിയിൽ മന്ത്രിമാർ അണിനിരന്നു. കോൺഗ്രസും UDFും കേരളത്തിനു വേണ്ടി ഒരു ഘട്ടത്തിലും ശബ്ദിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിക്കുമ്പോൾ അക്ഷരം ഉരിയാടാൻ കോൺഗ്രസിലെ ആരുടെയും നാക്ക ഉയർന്നില്ലെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. കോൺഗ്രസും UDFും കഴിഞ്ഞ 7.5 വർഷക്കാലം സ്വീകരിച്ച സമീപനം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തിനു വേണ്ടി ഒരു ഘട്ടത്തിലും അവരുടെ ശബ്ദമുയർന്നില്ല. കേരളത്തിനു വേണ്ടി ശബ്ദിക്കാൻ ബാധ്യപ്പെട്ടവരാണവർ. പക്ഷേ കേന്ദ്ര സർക്കാർ നമ്മെ അവഗണിക്കുമ്പോൾ, നമുക്കെതിരായ നടപടി സ്വീകരിക്കുമ്പോൾ അതിനെക്കുറിച്ച് അക്ഷരം ഉരിയാടാൻ കോൺഗ്രസിലെ ആരുടെയും നാക്കനങ്ങിയില്ല. യോഗത്തിൽ മന്ത്രിമാരായ KN ബാലഗോപാൽ, K രാജൻ, റോഷി അഗസ്റ്റിൻ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. ചിത്രകാരി ചിത്ര വരച്ച കോയിക്കൽ കൊട്ടാരത്തിന്റെ ചിത്രവും വിദ്യാർത്ഥിനി ആർദ്ര വരച്ച മുഖ്യമന്ത്രിയുടെ കാപ്പിപ്പൊടിയിൽ തീർത്ത ചിത്രവും ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റുവാങ്ങി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.